ഇപ്പം മൊത്തത്തിൽ ഒരു AI തള്ളാണല്ലോ എവിടെ നോക്കിയാലും. എനിക്കൊന്നിന് പണ്ടൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞതിന് പകരം ഇപ്പോൾ AI എന്ന് പറയണ സംശയമുണ്ട്. ഇപ്പോൾ പണ്ട് കമ്പ്യൂട്ടറിൻ്റെ കാഴ്ച പരിശോധന, കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞതിന് പകരം ഇപ്പോൾ നമ്മൾ എന്ത് പറയണത് AI അല്ലേ. അപ്പോൾ മൊത്തത്തിലൊരു AI മയാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു സർജറിയാണ് മുട്ടുമാറ്റി വെക്കൽ സർജറി. അപ്പോൾ അതിൽ AI ഒരു വരവോട് കൂടി ഉണ്ടായ വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ റോബോട്ടിക് സർജറിയാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കും എന്താ ഇപ്പോൾ റോബോട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു മെച്ചമുള്ളത്, നിങ്ങൾ തന്നെ അല്ലേ ചെയ്യുക. ആൾക്കാർക്കുള്ള കൺസേൺ എന്താ വെച്ചാൽ ഡോക്ടർ ഉണ്ടാവില്ലേ ഓപ്പറേഷന്, അത് റോബോട്ട് ഒറ്റക്കാവുമോ. അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ പ്ലാനിങ്ങും അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഡോക്ടർ തന്നെയാണ് ചെയ്യുക. ഇതിൻ്റെ എക്സിക്യൂഷൻ പാർട്ടിലാണ്. അതായത് ഈ മാറ്റണ ആ പ്രക്രിയ ഉണ്ടല്ലോ, കേടുന്ന മുട്ടിൻ്റെ അറ്റം കടിച്ചെത്തിയിട്ട് അതിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റിനനുസരിച്ചിട്ട് കട്ടിങ് ആണ് സത്യത്തിൽ റോബോട്ട് ചെയ്യുന്നൊരു ഭാഗം എന്നുള്ളത്. അപ്പോൾ ഇതിൽ റോബോട്ട് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഭയങ്കര അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്ക് എല്ലാവരും മുട്ടുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും, എല്ലാവർക്കും ഒരേപോലത്തെ മുട്ടല്ല. ഓരോരുത്തർ അരാക്കിപ്പെട്ട് നമ്മൾ നോക്കിയാൽ ഒരു 10 ആളെടുത്തിട്ട് നമ്മൾ 10 ആൾ അരാക്കിപ്പെട്ട് നോക്കിയാൽ 10 ആളെ മുട്ടിനും 10 ടൈപ്പ് അലൈൻമെൻറ്റാണ് നമുക്ക് കാണാൻ പറ്റുക. ചിലത് ചെറിയ ബെൻഡ് ഉള്ളിലേക്ക്, ചിലത് ചെറുത് പുറത്തേക്ക്, ചിലത് സ്ട്രെയിറ്റ് ആയിരിക്കും, ചിലത് മുട്ട് കുറച്ച് തള്ളി ബാക്കൊക്കെ ഉണ്ടാവും. ഇത് നോർമലി എല്ലാവരും മുട്ടിനും ഇങ്ങനത്തെ ചെറിയൊരു ഒരു തനിമുണ്ട് അല്ലേ. ഒരു നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറഞ്ഞ മാതിരി മുട്ടാണെങ്കിലും അതിലൊരു വൈവിധ്യമുണ്ട്. ആ തനിമ സത്യത്തിൽ നിലനിർത്താൻ ഓരോ ഇൻഡിവിജ്വൽ കേസിൽ നമുക്ക് അതിനനുസരിച്ച് കാൽക്കുലേഷൻ നടത്തിയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ റോബോട്ടിക് സർജറിയിൽ പറ്റുന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ്. പിന്നെ വേദന കുറവായിരിക്കും എന്നുള്ള നമ്മൾ സാധാരണ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയുള്ളത്. അതുകൊണ്ട് പിന്നെ അതിൻ്റെ കോസ്റ്റ് ചെയ്യുന്നൊരു കാലത്ത് ഭയങ്കര പ്രശ്നം. എന്നാൽ കോസ്റ്റൊക്കെ ഓൾമോസ്റ്റ് ചെറിയ വ്യത്യാസം ഇപ്പോൾ നോർമലും റോബോട്ടും തമ്മിൽ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ജനകീയമായി കഴിഞ്ഞു. ആളുകൾ പോപ്പിൽ വന്നിട്ട് റോബോട്ടിക് സർജറി നമ്മൾ അങ്ങോട്ട് മാർക്കറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങോട്ട് ചോദിച്ച് അന്വേഷിച്ച് ചെയ്യാൻ വേണ്ടി തയ്യാറായി വരുന്ന ഒരു സന്തോഷകരമായ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.